രണ്ടാമത്തെ കാര്യം, മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ബേസിക് നോളജ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ കണ്ട വീഡിയോയിലും നിങ്ങൾ കണ്ട റീൽസിലും ഒക്കെ പറയുന്ന പോലെ 15% റിട്ടേൺ തരും, ഇത്ര നാൾ കഴിയുമ്പോൾ ഇത്ര കിട്ടും, ഇങ്ങനെയുള്ള കുറേയധികം വാഗ്ദാന വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാണ് ശരിയെന്ന് ധരിച്ച് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കരുത്. 15 മാത്രമല്ല, 20% റിട്ടേണും 30% റിട്ടേണും 40% റിട്ടേണും കിട്ടിയ ഫണ്ടുകളുണ്ട്. പക്ഷെ എല്ലാ ഫണ്ടും അത് തരില്ല. ഓരോ ഫണ്ടുകൾക്കും ഫണ്ടിൻ്റെതായ സ്വഭാവമുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും മുമ്പ് നിങ്ങളുടെ ഹോറിസോണും നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലും ചെക്ക് ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമേ പോർട്ട്ഫോളിയോയിലേക്ക് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരാൻ പാടുള്ളൂ. എല്ലാ വർഷവും മ്യൂച്വൽ ഫണ്ട് 12% to 15% റിട്ടേൺ കൊടുക്കുന്ന ഒരു സ്ഥലമേ അല്ല. അങ്ങനെ വിചാരിച്ച് ഇങ്ങോട്ട് വരരുത്. പലരും വിചാരിക്കുന്നത് ബാങ്കിൽ 6% കിട്ടും, പക്ഷെ മ്യൂച്വൽ ഫണ്ടിൽ 12% കിട്ടും. അങ്ങനെ കിട്ടില്ല. കിട്ടുന്ന വർഷമുണ്ട്, കിട്ടാത്ത വർഷവുമുണ്ട്. ചില വർഷങ്ങളിൽ 20% റിട്ടേൺ ആയിരിക്കും, ചില വർഷങ്ങളിൽ 5% ആയിരിക്കും, ചില വർഷങ്ങളിൽ നെഗറ്റീവ് റിട്ടേൺ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പ്രവർത്തിക്കുക. ലോങ് ടൈമിലേക്ക് നിങ്ങൾ ഈ കേട്ടതൊക്കെ സത്യമാണ്. 12 to 15% കിട്ടും, പക്ഷെ മിനിമം ഒരു 5 ഇയറിലെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഹോറിസോൺ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ മനസ്സിലായല്ലോ. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്തോളൂ. മൂന്നാമത്തെ കാര്യം, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്കുണ്ടോ? ഞാനത് ചോദിക്കാനുള്ള കാരണം, നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾക്കോ ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? മ്യൂച്വൽ ഫണ്ട് ഓപ്പൺ ചെയ്യും. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു 3-4 ലക്ഷം രൂപ കിടപ്പുണ്ട്. ഇതെടുത്തിട്ട് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കേണ്ടി വരുന്നു, ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ബ്രേക്ക് ആവുന്നു, നിങ്ങളുടെ ഗ്രോത്തും ബ്രേക്ക് ആവും. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് ജോയിൻ ചെയ്തതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ എമർജൻസി ഫണ്ട് 2, മ്യൂച്വൽ ഫണ്ടിന്റെ ബേസിക് നോളജ് 3, ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, ഇത് 3 ഉണ്ടായിരിക്കണം.